ഇന്ന് നമുക്ക് വഴുതനങ്ങ കൊണ്ടുള്ള ഒരു തൈര് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. ഇതിനു വേണ്ടിയിട്ട് നല്ല പിഞ്ചായിട്ടുള്ള വഴുതനങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ വീട്ടിലൊക്കെ വഴുതനങ്ങ നട്ടു വളർത്തുന്നവർക്ക് ഇതുപോലെ പിഞ്ച് വഴുതനങ്ങ കിട്ടും. ഞാനിത് കടയിൽ നിന്ന് മേടിച്ചതാണ്. ഈ വഴുതനങ്ങയുടെ അകംഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. നല്ല പിഞ്ചായിട്ടുള്ള വഴുതനങ്ങയാണ് ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കുരു ഒന്നും അങ്ങ് മൂത്ത് വരാൻ തുടങ്ങിയിട്ടില്ല. ചെറുതായിട്ട് കുരു ഉണ്ടാകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുരുവുള്ള മൂത്ത വഴുതനങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് ഒട്ടും ടേസ്റ്റ് കാണുകയില്ല. ഇതുപോലെ നല്ല പിഞ്ച് വഴുതനങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ കറി നന്നായിട്ട് കിട്ടുകയുള്ളൂ. തീരെ ചെറിയ വഴുതനങ്ങയാണെങ്കിൽ 4ആയിട്ട് കീറാം. കുറച്ച് നീളമുള്ളതാണെങ്കിൽ അത് നടുവേ ഒന്ന് മുറിച്ചതിന് ശേഷം കീറിയെടുക്കാം. ഇതുപോലെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കിയെടുക്കാം. ഉപ്പ് വഴുതനങ്ങയിലെല്ലാം തിരുമ്മി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ എണ്ണയിൽ വറുത്ത് കോരാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഈ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കറി ശരിയാകുകയില്ല. ഈ വഴുതനങ്ങയ്ക്കൊക്കെ വെളിച്ചെണ്ണയുടെ ആ ഒരു ചുവ പിടിച്ചു വരും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഈ കറി ഒരിക്കലും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഇപ്പോൾ വഴുതനങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്ന് ചെറുതായിട്ടൊന്ന് വറന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഈ വഴുതനങ്ങ വറക്കുന്നതിൻ്റെ ഒരു പാകം. വീഡിയോയിലോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പാകം മനസ്സിലാകും. ഇതുപോലെ വഴുതനങ്ങ വറുത്തെടുക്കുന്നതിന് വളരെ കുറച്ച് എണ്ണ മാത്രമേ ആവശ്യമുള്ളൂ. സാധാരണ നമ്മൾ കറിയിലേക്കൊക്കെ കടുക് വറുത്തിട്ടാണ് ചേർക്കുന്നത്. ഈ ഒരു കറിയിലേക്ക് ജീരകം വറുത്താണ് ചേർക്കുന്നത്. കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ വേണം. എണ്ണ ചൂടായി വരുമ്പോൾ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്ന് മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് വെക്കാം. തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. വഴുതനങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു കപ്പിൽ കൂടുതൽ തൈര് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ തൈര് ഈ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഉണ്ടാക്കുന്ന കറി ഉണ്ടാക്കിയതിന് ശേഷം 2-3 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ജീരകം ചെറുതായിട്ട് തണുത്ത് വന്നു. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ജീരകം പൊടിച്ച് ചേർത്തതാണ്. അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഈ ജീരകത്തിൻ്റെ മണവും ടേസ്റ്റും വറ്റൽമുളകിൻ്റെ എരിവും എല്ലാം ഈ കറിയിലേക്ക് ഇറങ്ങി വരും. ആ സമയത്ത് കഴിക്കാനാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങയുടെ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിഞ്ച് വഴുതനങ്ങ കിട്ടുമ്പോൾ ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.